ന്യൂസ് മോർണിംഗിൽ ഇനി അതിഥിയുടെ സമയമാണ്. എനിക്കൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. ആദ്യം ആ അതിഥിയെക്കുറിച്ച് നമുക്ക് ഒന്നറിഞ്ഞ ശേഷം അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. സംഗീതത്തെയും സംഗീത അധ്യാപനത്തെയും ഒരുപോലെ കൊണ്ടുപോകുന്ന കലാകാരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഗായത്രി ജ്യോതിഷ്. പിന്നണി ഗായികയായും സ്വതന്ത്ര സംഗീത ആൽബങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും വേദികളിലൂടെയൊക്കെ ശ്രദ്ധ നേടിയ ഗായത്രി നിരവധി സംഗീത പ്രൊജക്ടുകളുടെയും ഭാഗമായിട്ടുണ്ട്. KS ചിത്ര, വിദ്യാസാഗർ, അർജുനൻ മാസ്റ്റർ തുടങ്ങി സംഗീതരംഗത്തെ നിരവധി ശ്രേഷ്ഠ വ്യക്തികളുമായുള്ള ആത്മബന്ധവും സംഗീത ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടാണ്. അവരോടൊപ്പമുള്ള ഇടപെടലുകളും അനുഭവങ്ങളും ഗായത്രിയുടെ സംഗീതയാത്രയ്ക്ക് ഏറെ പ്രചോദനവും കരുത്തും നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് സംഗീതം പകർന്നു നൽകുന്ന അധ്യാപികയും മാധവം എന്ന സംഗീത വിദ്യാലയത്തിന്റെ സ്ഥാപകയുമാണ് ഗായത്രി. അതോടൊപ്പം ആകാശവാണി A ഗ്രേഡ് ആർട്ടിസ്റ്റായും പ്രവർത്തിക്കുന്ന ഗായത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ സംഗീതാവതരണങ്ങൾ പങ്കുവച്ച് വലിയൊരു പ്രേക്ഷക സമൂഹത്തെയും സ്വന്തമാക്കിയിട്ടുണ്ട്. പാട്ടിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ ശ്രദ്ധേയമായ ഈ ഗായിക ഇന്ന് സോഷ്യൽ മീഡിയയിലും സജീവമായ സംഗീത സാന്നിധ്യമായി മാറുകയാണ്. സ്വാഗതം ഗായത്രി ചേച്ചി ന്യൂസ് മോർണിംഗിലേക്ക്. വലിയൊരു പ്രൊഫൈലാണല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഗീതത്തിലേക്കുള്ളൊരു വഴി, കുഞ്ഞുനാളിലെ സംഗീത പഠനം ഒക്കെ കുഞ്ഞുനാളിലെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ സംഗീതത്തിലേക്കുള്ളൊരു വഴി തിരഞ്ഞെടുത്തത്? വഴി എല്ലാ കുട്ടികളെയും പോലെ തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതലേ പാടുമായിരുന്നു. അതിൻ്റെ അഭിരുചി കണ്ട് അമ്മയും അച്ഛനും അടുത്തുള്ളൊരു ഭാഗവതരുടെ അടുത്ത് വിടുകയും അത് കഴിഞ്ഞ് ഓരോരോ ഗുരുക്കന്മാരിങ്ങനെ മാറി മാറി വന്നു. അങ്ങനെ വയ്യാങ്കര മധുസൂദനൻ സാറിൻ്റെ അടുത്ത് വന്നു. സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു എനിക്ക് CCRT നാഷണൽ ടാലൻറ്റ് സ്കോളർഷിപ്പ് കിട്ടിയത് ക്ലാസിക്കലിൽ. അങ്ങനെ സാറ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓമനക്കുട്ടി ടീച്ചറിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ടീച്ചറിൻ്റെ ശിഷ്യയായിട്ടാണ് ഞാൻ പിന്നെ തുടക്കം എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് പിന്നണി ഗായിക, അതോടൊപ്പം സ്വതന്ത്ര സംഗീതജ്ഞ, ഭക്തിഗാനം, ഇങ്ങനെ പോകുന്നു ചേച്ചിയുടെ സംഗീത രംഗത്തെ മേഖലകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് ഏതാണ്? ഭക്തിഗാനമാണോ? എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട്? ഭക്തിഗാനം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഭക്തിയോടുകൂടി. ഞാനൊരു പൊതുവേ ഒരു ഭക്തയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും നമ്മളതിൽ ലയിച്ച് നമ്മുടെ സങ്കടങ്ങളായാലും നമ്മളെ സന്തോഷമായിരുന്നാലും ദൈവത്തിനോട് അർപ്പിക്കുന്ന ഒരു ഭാവത്തോടു കൂടിയാണ് നമ്മൾ ഭക്തിഗാനങ്ങളെ സമീപിക്കുന്നത്. പിന്നെ അല്ലാതെ ആൽബങ്ങൾ റൊമാൻറ്റിക്കാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്നെ കൊണ്ട് കഴിയുന്ന ആ ഒരു ഭാവം കൊടുത്ത് അത് പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ പാട്ടിനും ഓരോ ഭാവമുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ വേദികളിൽ പാടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, വേദികളിലേക്കൊക്കെ പാടാനുള്ള ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാനൊരു 4ാം ക്ലാസ് മുതൽ ഗാനമേളയ്ക്കൊക്കെ പാടാൻ തുടങ്ങിയതായിരുന്നു. ചെറിയ ചെറിയ സമിതികളിലൊക്കെ ആദ്യം പാടി തുടങ്ങി. എല്ലാ ഗായികമാരുടെയും തുടക്കം പോലെ തന്നെയാണ് എൻ്റെയും. പിന്നെ പാട്ട് കേട്ട് ഓരോ സമിതികൾ മാറി, പിന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ട്രൂപ്പുകൾ വിളിക്കുകയും അങ്ങനെ പിന്നണി ഗായകരുടെ കൂടെ പാടാൻ ഭാഗ്യം വരികയും അതിലൂടെയാണ് ഞാൻ റെക്കോർഡിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, റെക്കോർഡിംഗ് ആണോ കംഫർട്ട്, ഈ വേദിയാണോ, ഏതാണ് തോന്നുന്നത്? രണ്ടാണ്, അറിയാമല്ലോ. അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗായികയോ അല്ലെങ്കിൽ ഒരു ഗായകനെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണത്, ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം ലൈവ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, കുറച്ച് ആക്ഷനൊക്കെ കൊടുത്ത് അതാണ് ഇന്നത്തെ ട്രെൻഡ്. പക്ഷേ ആ ഒരു കാറ്റഗറിയിലല്ല ഞാനിങ്ങനെ നിന്ന് പാടുന്നൊരു ഗായികയാണ്. മെലഡിയാണ് കൂടുതലും പാടുന്നത്. പക്ഷേ അതിലൊരു എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ റെക്കോർഡിങ് അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, റെക്കോർഡിങ്ങിൻ്റെ സാങ്കേതിക വിദ്യ ഇപ്പം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, പഴയതുപോലെ അല്ല. പക്ഷേ ഇന്നും ആകാശവാണിയിൽ പഴയ ആ ഒരു ലൈവ് റെക്കോർഡിങ്ങിൻ്റെ ഒരു അനുഭവം നമ്മൾ ആകാശവാണിയിൽ റെക്കോർഡിങ്ങിന് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആകാശവാണിയിലെ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഏതൊരു ഗായികയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക ഭാഗ്യം തന്നെയാണെന്ന് പറയാം. തീർച്ചയായിട്ടും. അത് ജീവിതത്തിൽ ഈ സംഗീത യാത്രയിൽ എത്രത്തോളം നല്ല അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്? ആദ്യം B ഗ്രേഡ് ആയിരുന്നു. ഞാൻ BHയ്ക്കാണ് കൊടുത്തത്. അത് ഞാൻ പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. BHയ്ക്ക് കൊടുത്തപ്പോൾ എനിക്ക് ഡയറക്റ്റ് ചെയ്യാണ് കിട്ടിയത്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എവിടെ പോയാലും ഒരു ഡിഗ്നിറ്റിയാണ്. അതിപ്പോൾ എവിടെയായാലും ജൂറി ആയിട്ട് ഇരിക്കാനും അതിനൊക്കെ ഉള്ളൊരു പ്രൊഫൈലിലെ ഫസ്റ്റ് പ്രിഫറൻസ് ഇതാണ്. ആകാശവാണിയിൽ പാടുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ പാട്ട് ഒന്നിച്ച് പാടണം. അതെ, അതിലിപ്പോൾ ഒരു ലാസ്റ്റ് വരിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഫസ്റ്റ് മുതൽ പാടണം. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാം ഇത് ആകാശവാണിയിൽ പാടുമ്പോഴാണ് നമ്മൾ പഴയ ജാനകി അമ്മയും സുശീല അമ്മയും ഒക്കെ നമ്മൾ സ്മരിക്കുന്നത്. അവരുടെ
എത്രത്തോളം എഫർട്ടാണ് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. അത് വലിയ അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെന്നതാണ്. കുറേ സിനിമകളിലും പിന്നണി ഗായികയായിട്ട് പാടിയിട്ടുണ്ട്. ലൈക്ക അല്ലേ, പുതിയ ലൈക്ക കഴിഞ്ഞ വർഷമാണ് പാടിയത്. ഈ വർഷം ഇപ്പോൾ പാടിയത് നിഴൽ തച്ചൻ, ഒരു ആർട്ട് മൂവിയാണ്. അതിനിപ്പോൾ റിലീസാവാൻ പോകുന്നു. അതാണ് ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സിനിമാ ഗാനം ഞങ്ങൾക്ക് വേണ്ടി പാടാം? ഞാൻ പാടിയ സിനിമാ ഗാനങ്ങളൊന്നും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടുകളൊന്നും അല്ല, എന്നാലും ഞാൻ ബിജുപാൽ സാറിൻ്റെ ഒരു പാട്ട് ഉണ്ട്, അത് പാടാം. അത് ആലീസ് എ ട്രൂ സ്റ്റോറി 2015 പാടിയതാണ്. ഓക്കെ. നാവിൽ നീ, കാതിൽ നീ, കണ്ണിൽ നീ, മാലാഖേ തഴുകി നീ വിരലാലെ വിരലാലെ നിന്റെ തഴുകി നീ അഴകോടെ വിരൽ പോലെ തഴുകി നീ കന്നേ ധന്യേ നീ. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ ഗായിക എന്നതിനപ്പുറത്തേക്കൊരു അധ്യാപിക കൂടിയാണ്, പാട്ട് പഠിപ്പിക്കുകയാണ് അല്ലേ? അത് ഈ പറഞ്ഞതുപോലെ ചേച്ചിയുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ഈ ഗായികയായി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓമനക്കുട്ടി ടീച്ചറിൻ്റെ ശിഷ്യയായിരുന്നല്ലോ ഞാൻ. അപ്പം ടീച്ചർ തന്നെ എനിക്ക് ധൈര്യം തന്ന് ബാലപാഠങ്ങളൊക്കെ പഠിപ്പിക്കാറായി. അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി സമയത്ത് പഠിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്കൊരു ധൈര്യം വന്നു. അതെല്ലാവരും അങ്ങനെ ആയിരിക്കും. അധ്യാപനത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കൂടുതൽ പഠിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ മറന്നിരിക്കുന്ന പല സംഭവങ്ങളും പഠിപ്പിച്ചാണ് എനിക്ക് തറവാവുന്നത്. അതെ. എങ്ങനെയാണ് കുട്ടികളെ, ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അല്ലെ, കൂടുതൽ അവരെ അറിയുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഇന്നത്തെ കുട്ടികൾക്ക് പാട്ടിനോടുള്ള ഒരു താല്പര്യം കൂടുതലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോ ആണ് അവരുടെ എന്ത് പറയാൻ, ഇപ്പോൾ ഓൺലൈനിലായിരുന്നാലും പഠിപ്പിക്കണമെന്ന് പാരൻസിന് തോന്നാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ക്ലാസിക്കൽ പഠിക്കണം, ഇപ്പോൾ ബാലപാഠങ്ങൾ സ്റ്റാർട്ടിങ് പഠിക്കണം എന്നുള്ളതിലുപരി അവർക്ക് സിനിമാ പാട്ടുകൾ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യമാണ്. പക്ഷേ സിനിമാ പാട്ടുകളായാലും കറക്റ്റ് നോട്ടൊക്കെ വരുന്നെങ്കിൽ ഒരു ക്ലാസിക്കൽ ബേസ് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് കൂടുതൽ ജ്ഞാനം വേണം. തീർച്ചയായിട്ടും ജ്ഞാനം ഉണ്ടായിരുന്നാലും നമുക്ക് ഓൺലൈനിലായിരുന്നാലും താളത്തിൻ്റെ ക്രമീകരണമൊക്കെ ഒരു ഡയറക്റ്റ് ഓഫ്ലൈനിൽ പഠിക്കുന്നത് പോലെ അല്ല ഓൺലൈനിൽ. കുറച്ച് ജ്ഞാനം അല്ലെങ്കിൽ കുറച്ച് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ, ഞാൻ അങ്ങനെയുള്ള കുട്ടികളാണ് ഓൺലൈനിൽ കൂടുതൽ പഠിപ്പിക്കുന്നത്. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലൊക്കെ കൊച്ചു പിള്ളേരെ കൊച്ചു പാട്ടുകളൊക്കെ ഇങ്ങനെ വിവിധ ഇപ്പം ലണ്ടനിലും പിന്നെ ഖത്തറിലും പിന്നെ ദുബായിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അവരെ ഞാൻ കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് മാസത്തേക്ക് ചെറിയ റൈംസ് പോലുള്ള പാട്ടുകൾ പഠിപ്പിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസിക്കലാണ് ഞാൻ കൂടുതൽ പഠിപ്പിക്കുന്നത്. എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്? എത്ര വയസ്സ് മുതൽക്കുള്ള കുട്ടികൾ? 5 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ ക്ലാസ് എടുക്കുന്നത് 5 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡാണ്. ബാക്കി ഉള്ള അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളെയും അവരെയൊക്കെ അങ്ങനെ 3 സെക്ഷനുണ്ട്. ലേഡീസിനൊരു പ്രത്യേക സെക്ഷനുണ്ട്. അവരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലും മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ധാരാളമാണല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഏതൊരു കലാകാരനാണെങ്കിലും അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പ്ലാറ്റ്ഫോം ധാരാളമുണ്ട് എന്നുള്ളതാണ്. അത് ഈ കുട്ടികൾക്കും അത് ലഭിക്കുന്നുണ്ട്. നമ്മൾ പറയും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളാണ് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ പണ്ടും ഉണ്ടായിരുന്നിരിക്കാം, അവർക്ക് സാധ്യതകൾ ഇല്ലായിരുന്നില്ല അല്ലേ എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത്? അതായത് കുട്ടികൾ ആ സാധ്യതകൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തണം എന്ന് തോന്നുന്നുണ്ട്? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നമ്മളെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പെർഫോമൻസാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഞാൻ അവരെ എല്ലാവരും നമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാണാതെ പാടുന്നു എന്നുള്ള കാര്യം. കൊച്ചു പിള്ളേരൊക്കെ വളരെ പഴയ പാട്ടുകളൊക്കെ വളരെ പെർഫെക്ഷനോടുകൂടിയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ, ആ കുട്ടികളുടെ ആ കഴിവിനെ ഞാൻ നമിക്കുന്നു സത്യം പറഞ്ഞാൽ. ഒരു കാണാതെ പഠിച്ചു പാടുന്നത് എനിക്കത് പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ചില കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയിൽ വെച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ പാട്ട് ഇതുപോലെ പെട്ടെന്ന് വരികൾ അങ്ങനെ മിസ്റ്റേക്ക് വരാറുണ്ട്. ചിലപ്പോൾ എപ്പോഴും നോക്കി പാടുന്നതുകൊണ്ടുള്ള ശീലമായിരിക്കും. അതെ. ഈ മാധവം എന്ന സംഗീത വിദ്യാലയത്തിന്റെ തുടക്കം, അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം അതൊക്കെ എങ്ങനെയാണ്? മാധവം എന്ന് പറയുന്നത് 2018 ആണ് അതിന് രൂപം കൊണ്ടത്. അതുവരെ പേരൊന്നും ഇടാതെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോഴും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പേ പ്രസ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഗായത്രി എന്തുകൊണ്ടൊരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു.
അതൊന്നും എനിക്ക് അങ്ങനെ അപ്പോഴും തോന്നിയില്ല. പിന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. എൻ്റെ ഒരു ചേച്ചിയുടെ മകൻ ഗ്രാഫിക് ഡിസൈനർ ആയിട്ടുള്ളൊരു പയ്യനാണ് ഈ മാധവം എന്നുള്ള പേരിട്ടത്. അപ്പോൾ ഒറ്റ തവണ മോനെ ഒരു പേര് ഒന്ന് പറയാമോ, അവൻ പേരിടാൻ ഭയങ്കര വിദഗ്ധനാണ്. അപ്പോൾ അവനാണ് ഇങ്ങനെ മാധവം എന്നുള്ള പേര്. ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭയങ്കര ഭക്തയാണ്. പേര് വളരെയധികം ഇഷ്ടപ്പെട്ടു, എല്ലാവരും സമ്മതിച്ചു. അങ്ങനെയാണ്. അപ്പം ചിത്ര ചേച്ചിയാണ് ആദ്യം വിഷസൊക്കെ എനിക്ക് തന്നതും, അത് മറക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു ഐശ്വര്യം ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. കുറേ സംസാരിച്ചല്ലോ, ഒരു പാട്ട് കൂടി പാടാവോ? ഏത് പാട്ട് പാടാം? ഏത് ഇഷ്ടമുള്ള പാട്ട്? സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമപൂജ പുഷ്പവുമായി നീ തേടുവതാരേ, ആരേ തേടുവതാരേ, ആരേ. താങ്ക് യു. ഈ പറഞ്ഞ പോലെ കുറേ ലെജൻഡറികളുമായിട്ടുള്ള ഒരു ബന്ധം ചേച്ചിക്കുണ്ട് എന്നറിയാം. KS ചിത്രയുമായിട്ടുള്ളൊരു ആത്മബന്ധം അതെങ്ങനെയാണ്? ചിലരൊക്കെ നമുക്ക് പാഠമാണ് അല്ലേ, അവരുടെ കഴിവിനപ്പുറത്തേക്ക് നമുക്ക് ചിലരൊക്കെ പാഠങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്ന് ചേച്ചിക്ക് ലഭിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ചൊരു ദൈവത്തിന് തുല്യമാണ് ചിത്ര ചേച്ചി. പല കാര്യം പാട്ടിൻ്റെ കാര്യത്തിലായാലും അതിനേക്കാൾ ഉപരി ഒരു മനസ്സ് എനിക്ക് കാണിച്ച. കാരണം എനിക്ക് എൻ്റെ തൊണ്ട വയ്യായിക ഒരു 2018 വന്ന കാര്യം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒട്ടുമിക്ക പേർക്കും അറിയാം. കാരണം യൂട്യൂബിൽ എൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വരുന്നുണ്ട് ആ ഒരു സംഭവം. അപ്പം അതിനൊരു ട്രീറ്റ്മെൻറ്റ് തന്ന് എന്നെ ഒരു സർജറിയിൽ നിന്നും സഹായിച്ചത് ചിത്ര ചേച്ചിയാണ്. അതാണ് നമ്മുടെ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. അതാണ് ഒരു ഇൻസിഡൻ്റായിട്ട് വന്നത് നമ്മുടെ ജീവിതത്തിൽ. ചിത്ര ചേച്ചി ഞാനുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ബലപ്പെടാൻ കാരണം എൻ്റെ തൊണ്ട വയ്യായികയാണ്. അതാണ്. ചേച്ചിയിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ഒട്ടേറെ പാഠങ്ങളുണ്ട്. ആ ലാളിത്യം, വിനയം. ആർക്കും ഏതൊരു മലയാളിക്കും ചേർത്ത് പിടിക്കാൻ തങ്ങളുടേതാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ചിത്ര ചേച്ചിയുടെ വിനയവും സ്വഭാവവും. ഒരാളിനെ ഒരു തട്ട് തിരിച്ച് കാണുന്നൊരു സ്വഭാവം ചേച്ചിക്കില്ല. ഇപ്പോൾ കുറച്ച് കഴിവ് കുറഞ്ഞ ഒരാൾ, കഴിവ് കൂടിയ ആൾ, രണ്ടുപേരും ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ കഴിവ് കൂടിയ ആളിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരു സ്വഭാവമല്ല ചേച്ചി. എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. അതെ. പിന്നെ ഈ പറഞ്ഞ സംഗീത സംവിധായകൻ വിദ്യാസാഗർ, അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ? അദ്ദേഹത്തിനെ കാണാൻ ഞാൻ ചെന്നൈയിൽ പോയി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനെ കാണുക എന്നുള്ളത്. കാണുന്നത് പോയിട്ട് അങ്ങനെയുള്ള കുറേ ഭാഗ്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിക്കണം എന്നുള്ള ഒരു ആദ്യം തമിഴ് എനിക്ക് ഫ്ലുവൻ്റ് ഒന്നും അല്ല. അപ്പം ഞാൻ ആദ്യമേ അങ്ങനെ ആണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഗായത്രി മലയാളം സംസാരിച്ചാൽ മതി, എനിക്ക് നന്നായിട്ട് അറിയാം. അത് പകുതി ഒരു ആശ്വാസമായി. ഒരു 3 മണിക്കൂറോളം അദ്ദേഹവുമായിട്ട് പാട്ടും പാടി സംസാരിച്ചിരിക്കാനുള്ളൊരു ഭാഗ്യം ആ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. ചെറിയ സമയമാണെങ്കിൽ കൂടി അത് വലിയ ഒരു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള എല്ലാ പാട്ടുകളും ഞാൻ പാടിക്കൊടുത്തു. 4 വരി. ഇപ്പം പുള്ളിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. കാരണം റെയറായിട്ടുള്ള കോമ്പോസിഷൻ വരെ ഞാൻ പാടിക്കൊടുത്തു. ഇലവങ്കോട് ദേശത്തിലെ എങ്ങു നിന്നീ സുഗന്ധം എന്നുള്ളൊരു പാട്ടുണ്ട്. എങ്ങു നിന്നീ സുഗന്ധം എന്നെ തിരഞ്ഞെത്തും ഈ സുഗന്ധം, എങ്ങു നിന്നീ സുഗന്ധം എന്നെ തിരഞ്ഞെത്തും ഈ സുഗന്ധം, എങ്ങു നിന്നീ സുഗന്ധം എന്നെ തിരഞ്ഞെത്തും ഈ സുഗന്ധം. ഈ പാട്ട് എല്ലാവർക്കും അങ്ങനെ അറിയാൻ വഴിയില്ല. ഈ പാട്ട് പാടിക്കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ നല്ല പാട്ടാണത്. നല്ലൊരു പാട്ട്, ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. അതോടൊപ്പം തന്നെയാണ് അർജുന മാസ്റ്ററുമായിട്ടുള്ളൊരു. തീർച്ചയായിട്ടും ഓർക്കുമ്പോൾ എന്താണ് മാസ്റ്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഇപ്പോഴാണ് എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ എനിക്ക് പാടിയത്. ഫസ്റ്റ് ഞാൻ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്തായിരുന്നു ആദ്യമായിട്ട് നാടകത്തിൽ പാടിയത് മാഷിൻ്റെ. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞാനും മധുബാലകൃഷ്ണനും ചേർന്ന് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സീരിയൽ ഏഷ്യനെറ്റിൻ്റെ അതിൽ ഒരു ടൈറ്റിൽ സോങ് പാടി. അത് കഴിഞ്ഞിട്ട് വെരി ലാസ്റ്റ് വീണ്ടും ഒരു സമിതിക്ക് വേണ്ടിയിട്ട് ഒരു നാടകത്തിനാണ് പാടിയത്. ഒരു സെക്സി സോങ്ങാണ് പാടിയത് മാഷിൻ്റെ. അപ്പം മാഷിൻ്റെ മകനുമായിട്ട് ഇപ്പോഴും ആ ഒരു ബന്ധം തുടരുന്നു. വർക്കുകൾക്ക് മാഷിൻ്റെ മകൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ പോകാറുണ്ട്. ഇന്നലെയും മാഷിൻ്റെ മകൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അങ്ങനെ ആ ഒരു ബന്ധം ഇങ്ങനെ
മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരു മാസ്റ്ററുടെ ഒരു പാട്ട് കൂടി ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ, കോടി ജന്മങ്ങളാൽ നിൻ മണ്ഡപം തേടി വരുന്നു മീരാ, നൃത്തമാടി വരുന്നു മീരാ, ദ്വാരകേ ദ്വാരകേ. ഇന്നും മലയാളികൾ മൂളുന്ന പാട്ടുകളിൽ അല്ലേ ഈ പറഞ്ഞതുപോലെ ഒട്ടേറെ അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഗാനങ്ങളുണ്ട്. അത് ഈ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുക്കുന്ന ഈ ചെറിയ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞതുപോലെ പഴയ പാട്ടുകൾ ഓർത്തെടുത്ത് അതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പഴയ പാട്ടുകളുടെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് നമ്മൾ ഇങ്ങനെ എന്താണ് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്, അത് കുറച്ച് നാള് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. അതെ അതെ, ചില പാട്ടുകൾ മാത്രം ഇടക്കാലങ്ങളിൽ, അതും ഞാൻ ഇടക്കാലങ്ങളിൽ എൻ്റെ പ്രോഗ്രാം ഇടക്കാലങ്ങളിലെ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വസന്തഗീതങ്ങൾ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അത് തന്നെ ഞാൻ 80s 90s പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്. അതാണ് നമുക്ക് പാടാൻ ആഗ്രഹം. അതാണ്, അത് കേൾക്കാനും ആളുകൾക്ക്. റീല് ചെയ്യുന്നത് പോലും അങ്ങനെയുള്ള പാട്ടുകളാണ്. അതാണ് ഈ പറഞ്ഞ റീല് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ചേച്ചി. സ്റ്റേജിലെ പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് പ്രതികരണങ്ങൾ ലഭിക്കുന്ന ഇടമാണ് സോഷ്യൽ മീഡിയ. അത് ചിലപ്പം നെഗറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടാവും. ചേച്ചി എങ്ങനെയാണ് ഈ കമൻസുകളൊക്കെ നോക്കി കാണുന്നത്? നെഗറ്റീവ് കമൻസ് അങ്ങനെ ദൈവഭാഗ്യം കൊണ്ട് അങ്ങനെ വരാറില്ല. 1-2 കമൻസ് ഒക്കെ 2-3 റീൽസിൽ അങ്ങനെ വന്നിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ വിഷമം തോന്നുന്ന തരത്തിൽ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ എനിക്ക് അറിയാവുന്ന ഗായികമാർ വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് പിന്നെ അത് ഇഗ്നോർ ചെയ്യുക എന്ന് എല്ലാവരും പറയും. അത് അത്രേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ഉള്ളതുപോലെ അല്ല. ഇപ്പം എവിടെ പോയാലും എന്നെ അങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് റീൽസിൻ്റെ ഇതുകൊണ്ട്. ഞാൻ ഇത്രയും സിനിമയിൽ പാടി, സീരിയലിൽ പാടി, കുറേ വർഷമായിട്ട് സീനിയാരിറ്റി ഉള്ളൊരു ഗായികയാണ്. എന്നാലും എന്നെ ഇപ്പം അറിയുന്നത് ഗായത്രി ജ്യോതിഷം എന്ന് പറയുമ്പോൾ ഇന്ന പാട്ട് പാടിയതല്ല. ഇപ്പം ഇൻസ്റ്റയിലെ ID വെച്ചാണ് ഗായു പെണ്ണെന്നാണ് എൻ്റെ ഐഡിയ. അപ്പം അത് വെച്ചിട്ട് ഇപ്പം എല്ലാവരും എത്രയോ പേര് എവിടെ പോയാലും, ഇപ്പോൾ ഗുരുവായൂർ ഇടയ്ക്ക് പോയ സമയത്ത് 2-3 ഫാമിലി വന്ന് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലെ റീൽസ് അതാണ് ഈ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. റീമിക്സ് ചെയ്യുക അല്ലെങ്കിൽ കവർ സോങ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ ചേച്ചി എങ്ങനെയാണ് നോക്കി കാണുന്നത്? കവർ സോങ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. വളരെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു വച്ചേക്കുന്ന പാട്ടിൽ നമ്മളൊരു വ്യത്യാസം വരുത്താൻ നമുക്ക് അവകാശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഞാൻ പാടിയ പാട്ടാണെങ്കിൽ നമുക്ക് എന്തു വേണോ അതിൽ നമുക്ക് ചെയ്യാം. വേറൊരാൾ പാടിയ പാട്ടിനെ കയറി നമുക്ക് അവർക്ക് പറ്റാത്തത് കൊണ്ടല്ല അങ്ങനെ കമ്പോസ് ചെയ്തതോ പാടിയതോ. അപ്പം അതുകൊണ്ട് അതിൽ വ്യത്യാസം വരാതെ ഞാൻ കവർ സോങ് ചെയ്തു അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യാം. തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ പാട്ടാണെങ്കിൽ എനിക്ക് എവിടെ വേണം നമുക്ക് പ്ലാൻസ് മാറ്റാം, ഭാവം മാറ്റി പാടാം, ഒക്കെ ചെയ്യാം. ഞാൻ പാടിയതാണ്. അപ്പം വേറൊരാൾ പാടി നന്നാക്കി വെച്ചിരിക്കുന്ന പാട്ട് അതുപോലെ പാടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതെ, എന്നിട്ട് കവർ സോങ് ആയിട്ട് അത് കവർ സോങ് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ വളരെ ഒരു വ്യത്യാസം ഒന്നും വരുത്താതെ പാടാതെ. ഓക്കെ, ഏതായാലും ഒരു പാട്ട് കൂടി ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? ഇതുപോലെ ചേച്ചി കവർ സോങ് ആയിട്ട് പാടിയ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമുള്ളത് ഇങ്ങനെ പാട്ട് ഏതെങ്കിലും വിദ്യാസാഗർ സാറിന് തന്നെ ആയിരിക്കോട്ടെ. യാത്രയായി സൂര്യാങ്കുരം ഏകയായി നീലാംബരം ആർദ്രമാം സ്നേഹം തേടി നോവുമായി ആരോ പാടി. ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കുറേ ഗാനങ്ങളിൽ ഒന്നാണത് അല്ലേ. എൻ്റെ ഈ പറഞ്ഞതുപോലെ ഈ സ്വതന്ത്ര സംഗീതജ്ഞ കൂടിയാണ് ചേച്ചി. അപ്പോൾ സ്വതന്ത്ര സംഗീതം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഈ പറഞ്ഞ കുറേ ലെജൻഡറികൾ മുന്നിലുണ്ട്, മുതിർന്ന സംഗീതജ്ഞർ മുന്നിലുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉദ്യമം ഉണ്ടാകുമ്പോൾ കൂടുതൽ കരുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സംഗീതമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു 4-5 പാട്ടുകൾ ചെയ്തു. അതന്നെ വലിയ കാര്യമാണ്. ആണ്. അതെനിക്ക് അത്ര ധൈര്യം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് എനിക്ക് അതിന് ധൈര്യം തന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം. എന്തായാലും വരും പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആദ്യം ഒരു റൊമാൻറ്റിക് ആൽബമാണ് ആദ്യമായിട്ട് ചെയ്തത്. അഴലിൽ വിരിയുന്ന അഴകാണു നീ എന്നും പറഞ്ഞൊരു പാട്ട്. അത് എം ജയചന്ദ്രൻ സാറാണ് സാറിൻ്റെ പേജിൽ അത് റിലീസ് ചെയ്തത്.
പിന്നെ ആ പാട്ടിന് ഒരുപാട് ചിത്ര ചേച്ചി, ബിജിപാൽ സാറ്, ഒരുപാട് അങ്ങനെയുള്ള വലിയ വലിയ സംഗീത സംവിധായകർ എനിക്കതിന് വിശ്വസ് തന്നത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ആദ്യത്തെ പാട്ടിന് തന്നെ. പിന്നെയും എന്ത് ചെയ്താലും അതൊരു മെലഡി ആയിട്ട് വരും, അതാണ് സത്യം. അടിപൊളി പാട്ടിനെ ഇനി മൂകാംബികയുടെ ഒരു പാട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്, അത് ഉടനെ തന്നെ ഇറങ്ങും. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഓക്കെ, സംഗീതം ചെയ്ത ഒരു പാട്ട് ഒന്ന് പാടാവോ ഏതെങ്കിലും ഒരു ആൽബത്തിൽ? ഒരു ആദ്യ തുടക്കത്തിലെ ആൽബം തന്നെയാൽ. അഴലിൽ വിരിയുന്ന അഴകാണ് നീ, അമൃതം പൊഴിയും കുളിരാണു നീ, നിഴലും നിലാവും തഴുകുന്ന മാത്രയിൽ അരികിൽ വരുവാൻ വരുമോ തോഴാ, അരികിൽ വരുമോ. ആൽബങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 2000 അങ്ങോട്ട് ഒരു വലിയ ഒരു ഘോഷയാത്രയായിരുന്നു ആൽബങ്ങളുടെ. വൈകിട്ട് ആളുകൾ കാത്തിരിക്കുന്ന കുറേ പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ, ടി വിയിൽ ടെലിവിഷനിലൊക്കെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വേറൊരു ഘട്ടത്തിലേക്ക് പാട്ട് കടക്കുന്നു എന്നുള്ളതാണ്. വേറെ പോലുള്ള റാപ്പ് സോങ്ങിലേക്കൊക്കെ കടക്കുന്നു എന്നുള്ളതാണ്. ഈ പാട്ടുകളുടെ ഒരു മാറ്റത്തെയൊക്കെ ചേച്ചി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അയ്യോ, അങ്ങനെയൊന്നും പറയാനൊരു ആളൊന്നും അല്ല ഞാൻ. എന്നാലും എനിക്ക് കൂടുതൽ മെലഡി ടൈപ്പ് പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ എൻ്റെ മകൻ 22 വയസ്സായി, അവൻ സംഗീതം മെയിനെടുത്ത് പഠിക്കുകയാണ്, ഡിഗ്രി ഫൈനൽ ഇയറാണ്. അവൻ കീബോർഡും വായിക്കും, എൻ്റെ റീൽസിനെല്ലാം ബാക്കിങ് ചെയ്യുന്നൊക്കെ അവനാണ്. അവൻ ഇങ്ങനെ എല്ലാ ടൈപ്പും സംഗീതവും കേൾക്കും, എന്നെ പോലെയല്ല. അമ്മ എപ്പോഴും ഇങ്ങനെ മെലഡി മാത്രം ഇങ്ങനെ കേൾക്കരുത്, വെസ്റ്റേൺ കേൾക്കണം, പിന്നെ ഈ വേടൻ ആ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണോ ഞാൻ വളർന്നു വന്ന സാഹചര്യം, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള മേഖല എല്ലാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മെലഡി ഇങ്ങനെ എപ്പോഴും എന്ത് കേട്ടാലും മെലഡി. ഞാനിപ്പോൾ പാചകം ചെയ്യുമ്പോഴും പാട്ട് കേൾക്കും, അതും നല്ല നല്ല ഈ ഇടക്കാല പാട്ടുകളാണ്, ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ദാസാറിൻ്റെ പാട്ടുകളാണ് എന്നും കേൾക്കുന്നത്. ഇനിയിപ്പോൾ ചേച്ചിയുടെ വരുന്ന പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇനി ഒരു സ്വപ്ന പദ്ധതി എന്തെങ്കിലും മുന്നിലുണ്ടോ? ഇനി എനിക്ക് ആകാശവാണി നീയ ടോപ്പ് നേടണമെന്ന് ആഗ്രഹമുണ്ട്. അതിനി ഉടനെ അപ്ലൈ ചെയ്യണം. പിന്നെ എന്താണ്, ഈ പണിപ്പുരയിലിരിക്കുന്ന പാട്ടുകളൊക്കെ ഇറങ്ങണം. പിന്നെ എന്താണ്, എല്ലാവരെയും പോലെ തന്നെ വിദ്യാസാഗറിൻ്റെ ഒരു പാട്ട് പാടണം എന്ന് വളരെ ആഗ്രഹമാണ്. എല്ലാവരുടെയും സംഗീത സംവിധായകരുടെ പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ പാടും എന്നുള്ളൊരു വിശ്വാസത്തോടെ തീർച്ചയായും ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും ജീവിതത്തിലും സംഗീതയാത്രയിലും നേരുകയാണ്. നന്ദി ന്യൂസ് മോർണിംഗിൽ അതിഥിയായി എത്തിയതിൽ. ന്യൂസ് മോർണിംഗിൽ ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി തിരിച്ചെത്താം.